ഈ രാജ്യത്തിലെ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ബാധ്യത കൂടുതൽ ഇവിടെ നമ്മുടെ സാർവദേശീയവും ദേശീയവും നമ്മുടെ സംസ്ഥാനത്തിലേക്ക് രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ മാറ്റം വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമുക്കറിയാം. നമ്മുടെ രാജ്യമാകെ തന്നെ വറുതിയിലും കഷ്ടപ്പാടും ദാരുകൊണ്ട് കോടാനുകോടി ജനങ്ങൾ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ സമ്പത്താകെ തന്നെ ഒരു കൂട്ടർക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ സമ്മേളനം. അത് ഉപരിയായിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എല്ലാം വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭരണഘടന പോലും അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുപ്പിൻ്റെ രാഷ്ട്രീയം ശക്തിപ്പെടുത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തോതിലേക്ക് ഭരണാധികാരികൾ, ഭരണകർത്താക്കൾ, മന്ത്രിമാർ എല്ലാം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭരണഘടന കാത്തുസൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ട എക്സിക്യൂട്ടീവ് കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസമാണ് കോളേജിയം ഒരു ഗസറ്റ് ഉദ്യോഗസ്ഥൻ്റെ പരസ്യമായ പ്രസ്താവനകൾ കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് അന്വേഷണത്തിൽ ഉത്തരവിട്ടത്. ഭരണകൂടമാകെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഇത്തരം വെല്ലുവിളികളൊക്കെ തന്നെ നേരിടാനുള്ള കരുത്തും ശക്തിയും ആർജിക്കുക എന്ന എല്ലാ എതിർപ്പിനെയും നേരിട്ടുകൊണ്ട്, എല്ലാ വെല്ലുവിളിയും നേരിട്ടുകൊണ്ട് എതിർപ്പ് ഏറ്റുകൊടുക്കുന്ന പ്രതിജ്ഞയാണ് ഈ സമ്മേളനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എതിർപ്പുകളിൽ കൂടി വളർന്നു വന്നൊരു പ്രസ്താവമാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിരുന്ന ഘട്ടങ്ങൾക്കകത്ത് നമുക്കറിയാം